റീസെന്റ് യുദ്ധം നടക്കുന്ന സമയത്ത് കുറെ ആളുകൾക്കുള്ള സംശയമാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് അഥവാ ഹോർമുസ് കടലെടുക്ക് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ റൂട്ട് കോസസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണല്ലോ. ഒന്ന്, പേർഷ്യൻ ഗൾഫ്. നമ്മൾ ഈ കാണുന്ന ഇതാണ് എന്ത് ചെയ്യുന്നത്, പേർഷ്യൻ ഗൾഫ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഈ പേർഷ്യൻ ഗൾഫിലുള്ള രാജ്യങ്ങളാണ് ഇറാൻ ഉണ്ട്, പിന്നെ ഇറാഖ് ഉണ്ട്, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് ശരിക്കും ഈ പേർഷ്യൻ ഗൾഫിൽ വരുന്നത്. അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയുള്ള മറ്റൊരിതാണ് പിന്നെ ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഗൾഫ് ഓഫ് ഒമാന്റെ തൊട്ടിപ്പുറത്താണ് നമ്മളെ അറേബ്യൻ, അവിടെ ഇന്ത്യ കണ്ടില്ല, അപ്പൊ ഈ ഭാഗത്താണുള്ളത്. അപ്പൊ ലോകത്ത് പിന്നെ ഏകദേശം 20% ലോകത്തിന്റെ 20% എണ്ണ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇതിലൂടെ, ലൈക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഗൾഫിൽ നിന്ന് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളെയും കൊണ്ടുപോകാനുള്ള ഒരു വഴിയാണ് ശരിക്കും ഈ വഴി എന്ന് പറയുന്നത്. അപ്പം ഇത് ഇറാൻ അടച്ചിടും എന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന അവരാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ അകത്താണ് പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഇറാന് ഇത് എന്ത് ചെയ്യണം, കൂട്ടിയിടാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഗൾഫ് ഓഫ് ഒമാൻ വഴി അറേബ്യൻ സീയിലൂടെ വന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന ഇതൊക്കെ എന്ത് ചെയ്യും, അവിടെ തൽക്കാലത്തേക്ക് നിൽക്കും. അപ്പൊ എണ്ണയ്ക്ക് ക്രമാതീതമായിട്ട് എന്ത് ചെയ്യും, വില കൂടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്കുള്ളത് റഷ്യയിൽ നിന്ന് വരുന്നതാണ്. റഷ്യയിൽ നിന്ന് വരുന്നത് സൂയിസ് കനാൽ വഴിയാണ്. സ്വാഭാവികമായിട്ടും അതിലൂടെ അങ്ങോട്ട് വരുന്ന സമയത്ത് 30 ദിവസത്തോളം അതിന്റെ ഇത് കൂടും. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസ് ആവാനാണ് ചാൻസ്. അപ്പൊ ഇതാണ് പിന്നെ ഇതിനകത്ത് വരുന്നത്. ഓക്കെ.